ഹായ് ഫ്രണ്ട്സ്, മുല്ലപ്പെരിയാറിൽ ഇന്ന് 131 അടി വെള്ളമുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 118.4 അടിയായിരുന്നു. മീഡിയസിലെല്ലാം ഞാൻ കണ്ടു വളരെ ആശ്വാസകരമായ വാർത്ത മുല്ലപ്പെരിയാറിനെ കുറിച്ച്. 12 മാസം കൊണ്ട് സുരക്ഷാ സംവിധാനം ചെക്ക് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കണമെന്ന് സുപ്രീം കോടതി എന്നൊക്കെ കണ്ടു. ആർക്കാണ് ആശ്വാസം? എന്ത് ആശ്വാസമാണ് നിങ്ങൾക്കതിൽ കിട്ടിയത്? എനിക്കതിൽ ആശ്വാസ വാർത്തയായി തോന്നിയില്ല. കാരണം ഇപ്പം 131 അടിയിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഇനിയും 12 മാസം എന്ന് പറഞ്ഞാൽ ഇനി ഒരു വർഷത്തിനുള്ളിലാണ് ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ വാദം തള്ളി എന്നൊക്കെ ഭയങ്കര ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. തമിഴ്നാടിൻ്റെ വാദം എന്തായിരുന്നു? 2026 സുരക്ഷാ സംവിധാനം ചെക്ക് ചെയ്താൽ മതി എന്നായിരുന്നു. ആ ഒരു 2026 എന്നുള്ളത് 2025 ആക്കി, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഓക്കെ, ഒരു വർഷം അവരെടുത്തോട്ടെ ചെക്ക് ചെയ്യാൻ അവർ ഒരു വർഷം എടുത്താൽ പോലും ജലനിരപ്പ് എന്തുകൊണ്ട് കുറയ്ക്കുന്നില്ല? ഇപ്പം 131 അടിയിൽ നിൽക്കുന്നത് മാക്സിമം ജലനിരപ്പ് കുറച്ചുകൊണ്ടിട്ടാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ചെക്ക് ചെയ്യാം. ആ ഒരു വാർത്ത നമുക്ക് കുറച്ചെങ്കിലും ആശ്വാസം തോന്നിയാണ്. 134 അടിയിൽ നിൽക്കുന്നു. ഞാൻ 3 ദിവസം വിട്ടപ്പോൾ 130.45 130.65 കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 131 അടിയുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, മേഘവിസ്ഫോടനം, ചുഴലിക്കാറ്റ്, ന്യൂനമർദ്ദം ഇതെല്ലാം ഉള്ള സമയത്ത് കുറേ ദിവസങ്ങൾ കൊണ്ട് പെയ്യേണ്ട മഴയാണ് മണിക്കൂറുകൾ കൊണ്ട് ശക്തമായി പെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ജലനിരപ്പ് കൂടുന്നുണ്ട്. എന്നിട്ടും നമ്മളെയൊക്കെ ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നു. എങ്ങനെ ആശങ്കപ്പെടാതെ? വർഷം കാലപ്പഴക്കമുള്ള സുർക്കിയിലായിക്കോട്ടെ, എന്തുകൊണ്ടായിക്കോട്ടെ, ഗ്രാവിറ്റി ഡാമോ എന്തോ ആയിക്കോട്ടെ, ഇത്രയും വർഷം കാലപ്പഴക്കമുള്ള ഈ ഒരു ഡാം ഇന്റർനാഷണൽ ലെവലിലുള്ള എക്സ്പേർട്ട് വന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു. അതാണോ നടക്കാൻ പോകുന്നത്? അപ്പോൾ റിപ്പോർട്ട് ആർക്ക് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്? ഒന്നും അറിയില്ല. നമുക്ക് അനുകൂലമായ, അതായത് സത്യസന്ധമായ റിപ്പോർട്ട് വരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. പക്ഷേ ഈ 12 മാസം, ഈ മാസക്കണക്ക്, ഒരു വർഷം എന്നുള്ളത് വളരെ കൂടിപ്പോയി. അതിൽ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ, ഇത് മനസ്സിലാക്കാതെയാണ് സുപ്രീം കോടതി ഒരു വാർത്ത പുറവിട്ടത്. എനിക്കറിയില്ല. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭീതിയിലാണ് ഓരോ ദിവസവും ജീവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മളത് അറിയിക്കാൻ ശ്രമിക്കുന്നു. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നു. പക്ഷേ ചിലപ്പോൾ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയാസിലൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രതികരിക്കുക. നമ്മളൊന്നും പറയാതെ അയ്യോ മരണം വരും എന്ന് പറഞ്ഞ് പേടിച്ചൊരു മൂലൊക്കെ ഇരുന്നിട്ട് എന്തിനതിനെ സ്വാഗതം ചെയ്യുന്നു? തൻ്റെ ഇടത്തോടെ ഇപ്പോൾ നിന്ന് സംസാരിക്കുക. അതെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. സോഷ്യൽ മീഡിയാസിന് നല്ല പവറുണ്ട്. കാരണം ഇപ്പോൾ മീഡിയാസൊക്കെ കുറേ നാൾ ഹേമ കമ്മിറ്റിയുടെ പുറകെയായിരുന്നു. ഇപ്പോൾ MLA അൻവറിൻ്റെ പുറകെ, ADGPയുടെ പുറകെ, അങ്ങനെ പല പല വാർത്തകളായിട്ടാണ്. പക്ഷെ എല്ലാ മീഡിയാസും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുല്ലപ്പെരിയാർ മാത്രം സംസാരിച്ചാൽ ഭരണാധികാരികൾ കണ്ണു തുറക്കേണ്ടതായി വരും. അവർക്കിതിന് സർക്കാരും കേന്ദ്രവും തമിഴ്നാടും കൂടി ആലോചിച്ചാൽ ഒരു പക്ഷേ വളരെ വേഗത്തിൽ ഇത്രയൊന്നും നീട്ടിക്കൊണ്ട് പോകാതെ ഒരു നല്ല നടപടി എടുക്കാൻ കഴിയും. കാരണം 105 അടി ഉയരത്തിലാണ് ഇപ്പോൾ ടണലുള്ളത്. അപ്പോൾ ആ ടണൽ ഇനിയും താഴ്ത്തി മാക്സിമം ജലനിരപ്പ് അപ്പോൾ താഴ്ത്താൻ പറ്റും. എന്നിട്ട് അവർ വെള്ളം കൊണ്ടുപോകട്ടെ, അവർ വെള്ളം കൊണ്ടുപോയി സ്റ്റോർ ചെയ്യട്ടെ. ഇപ്പം തന്നെ 131 അടിയുണ്ട് മുല്ലപ്പെരിയാറിലെ വെള്ളം. അവരത് 105 അടിയിലിരിക്കുന്ന ടണല് മാക്സിമം അവർക്ക് വെള്ളം കൊണ്ടുപോയിക്കൂടെ? അറ്റ്ലീസ്റ്റ് ജലനിരപ്പെങ്കിലും താഴ്ത്തി നമ്മുടെ ഒരു ആശങ്ക നമ്മൾ കുറയ്ക്കാൻ പറ്റില്ലേ? കാരണം സെപ്റ്റംബർ 15 ശേഷം ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയ്ക്ക് സമീപം ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ നിലവിലെ സൂചന വെച്ച് മഴ കനക്കാൻ സാധ്യത. ഇങ്ങനെയുള്ള ഓരോരോ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഒരു മഴ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശക്തിയിലാണ് പെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മളെ വീണ്ടും ഒരു വർഷം എന്ന് പറയുമ്പോൾ ഇനി അടുത്ത മഴ വരുന്നുണ്ട്. ഡാമിനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും മഴക്കാലം വരും. അപ്പം ഈ മഴക്കാലത്ത് ഇനിയും പേടിച്ചിരിക്കണം. ഇനിയും ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം വിട്, അടുത്ത ഈ ഒരു മാസം ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അത്രയും നമ്മൾ പേടിച്ച് സത്യസന്ധമായ രീതിയിലുള്ളൊരു വാർത്ത കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് പരിശോധിച്ചാൽ, അത് അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആൾക്കാർ, ആ ഒരു ടീം വന്ന് പരിശോധിച്ചാൽ മാത്രമാണ് നല്ലൊരു റിപ്പോർട്ട് കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നത്, ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമമില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ഈ ഒരു വാർത്ത വന്നപ്പോഴാണെങ്കിലും നമ്മുടെ മന്ത്രിമാരും എല്ലാവരും അത് ഭയങ്കര സന്തോഷമായിട്ട് സ്വാഗതം ചെയ്തു. അവർ ഏത് രീതിയിലാണത് സ്വാഗതം ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ജലനിരപ്പ് കുറച്ചിട്ടാണ് ഇപ്പം 131 അടിയുണ്ട്. ഈ 131 താഴെ ആക്കിയിട്ടാണ് ഇവരിത് ഒരു വർഷത്തെ കാലാവധി പറയുന്നതെങ്കിൽ പിന്നെയും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കാര്യം ഓർത്തിട്ടില്ല. അവിടെ കുഞ്ഞുമക്കൾ ആ ഒരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ.
അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ചിന്തിക്കാനില്ല. അല്ലാണ്ട് മരണഭയം ഓർത്തിട്ട് മരിക്കുന്ന പേടി, ഒരു ദിവസം മരിക്കേണ്ടെന്നൊക്കെ പറയുന്നവരോട് മരിക്കണം. പക്ഷേ ഒന്നും അറിയാത്ത പാവങ്ങളെ കുട്ടികളെ ചെളിയിൽ മുക്കി കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയാസിലും എല്ലാം വന്ന് പ്രതികരിക്കുന്നത്. അല്ലാതെ ചെയ്യാനൊന്നുമില്ല, പറ്റുന്നില്ലല്ലോ. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ കുറേ പറഞ്ഞാൽ ഒരു പക്ഷേ ഭരണാധികാരികൾ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങളുടെ ഒരു നിലവിളി കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല, കണ്ണ് തുറക്കേണ്ടവർ കണ്ണ് തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ.